എന്താ മോളെ നീ കാണിച്ചത്? ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയത്? എന്താടി ഇത്? എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും തളർന്നു പോകുന്ന പോലെ. എനിക്കിങ്ങനെ വിഷമിച്ച് നരകിച്ച് ജീവിക്കണ്ട. ഞാൻ ചത്തോട്ടെ ചേച്ചി. ഇത്രയൊക്കെ നിന്റെ കൂടെ നിന്നിട്ടും ഇതാണോ നീ ഞങ്ങൾക്ക് തരുന്ന സമ്മാനം? എടി, ഒരാളെ കുറിച്ച് ചിന്തിച്ച് നിനക്കങ്ങ് പോവാം. ബാക്കി എത്ര പേരുണ്ട്? നീ നിന്റെ അമ്മയെ സ്നേഹിച്ചിട്ടില്ലേ? എന്നെ സ്നേഹിച്ചിട്ടില്ലേ? രഞ്ജിത്തിനെ സ്നേഹിച്ചിട്ടില്ലേ? ഇതിലാരോടും നിനക്കൊരു കടപ്പാടുമില്ലേ? ഇതിലാർക്ക് വേണ്ടി നിനക്ക് ജീവിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? എന്തെങ്കിലും ഒരു അബദ്ധം നീ കാണിച്ചേക്കൊന്നൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും പതുക്കെ നീ പൊരുത്തപ്പെടുമെന്ന് കരുതി. പക്ഷെ നീ തോൽപ്പിച്ച് കളഞ്ഞല്ലോടി ഞങ്ങളെ. ഞാൻ പൊക്കോളാം ഏട്ടാ. നിങ്ങളൊന്നും വിഷമിപ്പിക്കാതെ ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം. ഇനി അതും പറഞ്ഞ് പേടിപ്പിച്ചോ? ഇടി, നിന്നെ കുറിച്ച് മാത്രമല്ല ഞങ്ങളെ കുറിച്ച് കൂടി ചിന്തിക്കുന്നീ. എന്നാ നീ ഇവിടെ നിൽക്ക. ഹലോ മഹേഷ്, ജീവന. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇവിടെ പോവേണ്ടി വരുന്ന കാര്യത്തെക്കുറിച്ച്? ഞാനത് ഡിസൈഡ് ചെയ്തു. ഇറങ്ങാം, ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. എന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്ന കുറേ പേർ. അവർക്ക് കൂടുതൽ സങ്കടങ്ങൾ കൊടുക്കാൻ എനിക്ക് വയ്യ. അവരൊക്കെ പാവങ്ങളാണോ? സ്നേഹിക്കാൻ മാത്രം അറിയുന്നവർ. വിഷമാവും. അതൊന്നും സാരമില്ല. നീ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് അറേഞ്ച് ചെയ്യ്, എത്രയും പെട്ടെന്ന്. അവിടെ തന്നെ. ഒരു ഉപകാരം നീ എനിക്ക് ചെയ്യണം. എന്നെക്കുറിച്ചൊരു ഡീറ്റെയിലും അവിടെ ആരും അറിയരുത്. ഒരു അജ്ഞാതവാസം, അത് മതി. ഓക്കെ, നീ അറേഞ്ച് ചെയ്തിട്ട് വിളിക്ക്. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഓക്കെ, ഗുഡ് നൈറ്റ്.